പ്രിയമുള്ളവരെ, ഞാനിന്ന് പാലക്കാട് ജില്ലയിലെ ട്രിപ്പിൾ എൻ അക്കാദമിയിലാണുള്ളത്. ഇവർക്ക് ഒറ്റപ്പാലത്തും മങ്കരയിലും ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ഇവർക്ക് ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. തീർച്ചയായും ആ പ്രത്യേകതകളെ കുറിച്ച് നമുക്ക് ഇതിന്റെ മാനേജിംഗ് ഡയറക്ടറോട് തന്നെ ചോദിക്കുന്നതായിരിക്കുമല്ലോ ഉചിതം. കേരളത്തിൽ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷന് ഒരു പ്രത്യേകത, ഒരു വ്യതിരിക്തത അല്ലെങ്കിൽ മറ്റു ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ നിന്ന് ഒരു ഡിഫറൻസ് ഉണ്ടാവുമല്ലോ. അത് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് വിശദീകരിക്കാവോ? തീർച്ചയായിട്ടും. നമസ്കാരം. ഒത്തിരി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇന്ന് കേരളത്തിലാണെങ്കിലും കേരളത്തിന് പുറത്തുണ്ട് എന്നുള്ളത് നമുക്കറിയാം. തീർച്ചയായിട്ടും ട്രിപ്പിൾ എൻ അതിൽ നിന്ന് വ്യത്യസ്തമാവുന്നത് ഒത്തിരി ഫാക്ടേഴ്സ് കൊണ്ടാണ്. അപ്പം അതിലത്തെ ഓരോരോ കാര്യങ്ങളായിട്ട് ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് പ്രേക്ഷകർക്കായിട്ട് പങ്കുവെക്കുകയാണ്. ട്രിപ്പിൾ എന്നെ സംബന്ധിച്ചിടത്തോളം ട്രിപ്പിൾ എന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ, ട്രിപ്പിൾ എൻ അക്കാദമി ഒരു സ്കിൽ ഓറിയന്റഡ് ആയിട്ടുള്ള അക്കാദമിയാണ്. കേരളത്തിലെ അകത്തും പുറത്തും ഒത്തിരി യൂണിവേഴ്സിറ്റീസിനെയും അതേപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയും നമ്മൾ എംപ്ലോയബിലിറ്റി സ്കിൽസിന് ട്രെയിനിങ് കൊടുക്കുന്ന, അതേപോലെ തന്നെ പ്ലേസ്മെന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ബേസിക്കലി നമ്മുടെ. അപ്പോൾ സ്പെസിഫിക്കലി നമ്മൾ ഫോക്കസ് ചെയ്യുന്ന 2 സ്ട്രീംസ് എന്ന് പറയുന്നത് ഏവിയേഷനും ലോജിസ്റ്റിക്സും ആണ്. ഏവിയേഷൻ എക്സ്ക്ലൂസീവ് ആയിട്ട് നമുക്കുള്ളത് ഒറ്റപ്പാലത്തുണ്ട്, അതേപോലെ തന്നെ മങ്കരയിലുണ്ട്, അതേപോലെ തന്നെ ലോജിസ്റ്റിക്സും നമുക്കുണ്ട്. നമ്മുടെ കോഴ്സസിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, +2 കഴിഞ്ഞ ഡിഗ്രി കഴിഞ്ഞ ഓരോ വിദ്യാർത്ഥികൾക്കും ഒരു കോഴ്സിന് നമ്മൾ അക്കാദമിയിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ചുമ്മാ ഒരു കോഴ്സ് കഴിയുക മാത്രമല്ല അവിടെ ഉണ്ടാവുന്നത്. അവര് കോഴ്സ് കഴിയുന്നതോടെ കൂടെ തന്നെ ഒരു ജോബുമായിട്ടാണ് നമ്മുടെ അക്കാദമിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. അത് തന്നെയാണ് ആദ്യത്തെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. തീർച്ചയായിട്ടും എല്ലാവരും പ്ലേസ്മെന്റ് അസിസ്റ്റൻസും സപ്പോർട്ടും കൊടുക്കുന്നിടത്ത് നമ്മൾ കൊടുക്കുന്നത് പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയാണ്. അതാണ് ട്രിപ്പിൾ എന്നെ മറ്റുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന ആദ്യത്തെ ഫാക്ടർ എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഒരു ഫെസിലിറ്റീസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബേസിക്കലി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, ട്രിപ്പിളിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ എപ്പോഴും സ്കിൽ ഫോക്കസ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്കിൽ ഓറിയന്റഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ആണ് ഫോക്കസ് ചെയ്യാറ്. കാരണം ഫ്യൂച്ചർ ഈസ് അബൌട്ട് സ്കിൽ. ദാറ്റ് ആ ഒരു കാര്യം നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ സ്റ്റുഡൻസിന് ഒരു ഫൺ ലേണിംഗ് ആയിട്ടുള്ള, ഒരു ആക്ടിവിറ്റി ഓറിയന്റഡ് ആയിട്ടുള്ള ലേണിങ്സ് ആണ് നമ്മൾ ക്ലാസ് റൂംസിൽ കൊടുക്കുന്നത്. ഒരു തിയററ്റിക്കൽ ആസ്പെക്റ്റിന് പുറമെ അവർക്ക് എന്താണോ ഇൻഡസ്ട്രിക്ക് ആവശ്യം, ആ ഒരു ഇൻഡസ്ട്രി ഗ്യാപ്പ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അവർക്ക് ഫില്ല് ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റുഡൻസിനെ പുറത്തോട്ട് അയക്കുന്നത്, അല്ലെങ്കിൽ ക്യാമ്പസിൽ നിന്ന് ഒരു ഇൻഡസ്ട്രിയിലോട്ട് അയക്കുന്നത്. അപ്പം അതിനായിട്ട് ഏവിയേഷനെ സംബന്ധിച്ചിടത്തോളം എയർപോർട്ട് ഇന്റേൺഷിപ്സ് ആണെങ്കിലും ആ ഒരു ഇൻഡസ്ട്രിയുമായിട്ട് കണക്ട് ചെയ്തിട്ട് എന്തൊക്കെ കാര്യങ്ങളാണോ അവർക്ക് ലേൺ ചെയ്യേണ്ടത്, അതിൽ ലൈവ് പ്രാക്ടിക്കൽ സെഷൻസ് നമ്മൾ സ്റ്റുഡൻസിന് കൊടുത്ത് അത് അവർക്ക് ലേണിംഗ് ചെയ്യാനുള്ള ഒരു എക്സ്പീരിയൻസോട് കൂടിയിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, ഓരോ കോഴ്സസും കംപ്ലീറ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെയാണ് ലോജിസ്റ്റിക്സിന്റെ കാര്യം പറയുകയാണെങ്കിലും, ആ ഒരു ഇൻഡസ്ട്രി എന്താണെന്നുള്ള കുട്ടികൾ അറിഞ്ഞുകൊണ്ടാണ് അവർ ലേൺ ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ പ്രാക്ടീസിലൂടെ അവർ പഠിച്ചുകൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നത്, ക്യാമ്പസിൽ നിന്ന് പുറത്തു പോകുന്നത്. ട്രിപ്പിൾ എൻ നമ്മൾ കൊടുക്കുന്നത് ഡിഫറെന്റ് പ്രോഗ്രാംസ് ആണ് +2 കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞ സ്റ്റുഡൻസിന്. ആദ്യത്തെ പ്രോഗ്രാം വരുന്നത് +2 കഴിഞ്ഞ ഒരു കുട്ടികൾക്ക് ഒരു ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ പോയിട്ട് നമ്മളൊരു ഡിഗ്രി എടുക്കുന്നത് നമുക്കൊക്കെ അറിയാം. അപ്പം ആ ഒരു ഡിഗ്രി എടുത്ത് അവർ പോകുന്ന സമയത്ത് തീർച്ചയായിട്ടും 3 വർഷം കഴിയുന്ന ഒരു പുറത്ത് പോകുന്നു. അത് ഒഴിച്ചു കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ ഒരു കരിയർ ഫോക്കസ് ചെയ്യാനൊന്നും ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ ചെയ്യുന്നത് അവര് ഡിഗ്രീന്റെ കൂടെ തന്നെ അവർക്ക് കരിയർ അപ്ലിഫ്റ്റ് ചെയ്യാനുള്ള ഡിപ്ലോമാസും കൂടിയാണ് കൊടുക്കുന്നത്. അതായത് BBA വിത്ത് ഏവിയേഷൻ ആൻഡ് ലോജിസ്റ്റിക്സ് എന്ന് പറയുന്ന ഒരു എക്സ്ക്ലൂസീവ് പ്രോഗ്രാം നമ്മൾ മങ്കരയിൽ ട്രിപ്പിൾ എൻ ഏവിയേഷൻ ബിസിനസ് സ്കൂളിൽ നമ്മൾ കൊടുക്കുകയാണ് സ്റ്റുഡൻസിന്. ഇവിടെ നമ്മൾ ഡിഗ്രീന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു BBA ഡിഗ്രി നമ്മുടെ കുട്ടികൾക്ക് കിട്ടുന്നു. അതോടൊപ്പം തന്നെ 7 ഡിപ്ലോമ സർട്ടിഫിക്കേഷൻസ് ആണ് കിട്ടുന്നത്. നമ്മൾ ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കേഷൻസും അതേപോലെ ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻസ് ആയിട്ടുള്ള UK ബേസ്ഡും കാനഡ ബേസ്ഡുള്ള IATA സർട്ടിഫിക്കേഷനും നമ്മുടെ സ്റ്റുഡൻസിന് കിട്ടുന്നുണ്ട്. അതോടൊപ്പം അവർക്ക് കിട്ടുന്ന കാര്യങ്ങൾ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, നമ്മൾ കുറച്ച്
കുറച്ചും കൂടി ഇൻഡസ്ട്രി ഫോക്കസ് ചെയ്തിട്ടാണ് കുട്ടികളെ അപ്ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നത്. സോ ഒരു 3 വർഷത്തിന്റെ ഉള്ളിൽ ആ കുട്ടികൾക്ക് കിട്ടുന്ന ഇൻഡസ്ട്രി എന്ന് പറയുന്ന എക്സ്പോഷർ എന്ന് പറയുന്നത് ഒരു പക്ഷെ ഒത്തിരി അവർക്ക് നോളജ് എൻഹാൻസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതായത് ഇന്റേൺഷിപ്സ് അവർക്ക് എയർപോർട്ടിൽ ഇന്റേൺഷിപ്സ് കിട്ടുന്നുണ്ട്, ലോജിസ്റ്റിക്സിൽ ഇന്റേൺഷിപ്പ് ഓൾമോസ്റ്റ് ഒരു 3 months കിട്ടുന്നുണ്ട്, ഹോസ്പിറ്റാലിറ്റിയിൽ ഇന്റേൺഷിപ്സ് കിട്ടുന്നുണ്ട്, ട്രാവൽ ആൻഡ് ടൂറിസത്തിൽ ഇന്റേൺഷിപ്സ് കിട്ടുന്നുണ്ട്. സോ ദാറ്റ് ഒരു 3 വർഷത്തിന്റെ കോഴ്സിൽ അവർക്ക് കിട്ടുന്ന 1 വർഷത്തോളം ഇന്റേൺഷിപ്പാണ്. അത് തന്നെയാണ് ട്രിപ്പിളിനെ സംബന്ധിച്ചിടത്തോളം വേറൊരു സവിശേഷത എന്ന് പറയുന്നത്. കാരണം 3 വർഷത്തെ ഡിഗ്രി പ്രോഗ്രാമിൽ അവർക്ക് കിട്ടുന്നത് 1 വർഷത്തെ ഇന്റേൺഷിപ്പും 2 വർഷത്തെ തിയറി ആൻഡ് പ്രാക്ടിക്കൽ നോളജുമാണ്. സോ നമ്മളൊരു 2.5 വർഷം കഴിയുമ്പോൾ തന്നെ പ്ലേസ്മെന്റ് സ്റ്റാർട്ട് ചെയ്യും. 3 വർഷത്തിന്റെ ഉള്ളിൽ മാക്സിമം നമ്മൾ പ്ലേസ്മെന്റ് കുട്ടികളെ കവറപ്പ് ചെയ്യും. സോ അവർ 3 വർഷം കഴിഞ്ഞ് ഇറങ്ങുന്നത് ഇത്രത്തോളം ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസും ഡിപ്ലോമകളും ഡിഗ്രിയും കൂടിയിട്ടാണ് നമ്മൾ ക്യാമ്പസിൽ നിന്ന് അവർ പുറത്തു പോകുന്നത്. ഇനി ഇപ്പൊ BB ആണ് ഞാൻ ഇത്ര നേരം പറഞ്ഞിട്ടുണ്ടായിരുന്നു. BBന്റെ ഒരു നട്ഷൽ ആണ് ഞാൻ തന്നത്. ഇപ്പം ഒരു +2 കഴിഞ്ഞൊരു കുട്ടിക്ക് ഒരു പെട്ടെന്നൊരു ജോബ്, ഒരു ക്വിക്കായിട്ട് ഒരു വിത്തിൻ എ ഇയർ അവർക്ക് ഒരു ജോബ് വേണമെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് 1 yearന്റെ അഡ്വാൻസ് ഡിപ്ലോമ പ്രോഗ്രാം ഉണ്ട്. അഡ്വാൻസ് ഡിപ്ലോമ ഇൻ ഏവിയേഷൻ ഹോസ്പിറ്റാലിറ്റി ആൻഡ് ട്രാവൽ മാനേജ്മെന്റ്. ഈ ഒരു പ്രോഗ്രാമിൽ നമ്മൾ കൊടുക്കുന്നത് 7 ഡിപ്ലോമ സർട്ടിഫിക്കേഷൻസ് ആണ് 1 yearൽ കൊടുക്കുന്നത്. അതേപോലെ തന്നെ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, ട്രിപ്പിളിന്റെ സവിശേഷത വേറെ ഒന്നല്ല, ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ആണ്. സോ അവർക്ക് ഇവിടെയും നമ്മൾ ചെയ്യുന്നത് എയർപോർട്ട് ഇന്റേൺഷിപ്സും കാര്യങ്ങളും നമ്മുടെ സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് അവർക്ക് അവിടെ പോയിട്ട് ലേൺ ചെയ്തിട്ട് എക്സ്പീരിയൻസ് ചെയ്യാനും ലേൺ ചെയ്യാനും ഉള്ള ഒരു എക്സ്പോഷർ ആണുള്ളത്. പ്ലസ് പ്ലേസ്മെന്റും. നമ്മുടെ ഏത് പ്രോഗ്രാം ആണെങ്കിലും പ്ലേസ്മെന്റ് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ ഗ്യാരണ്ടി ആയിട്ട് നമ്മുടെ കുട്ടികൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യം. അതേപോലെ തന്നെ ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞ ഒരു കുട്ടിയാണ് ഉള്ളത്, ഡിഗ്രി കഴിഞ്ഞു അവർക്കൊരു ജോബിലോട്ട് കയറണം, അല്ലെങ്കിൽ ഒരു കരിയർ അവർക്ക് എൻഹാൻസ് ചെയ്യണം എന്ന് തോന്നുന്ന മക്കൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് വളരെ ഷോർട്ട് ടേം പീരീഡ് ആയിട്ടുള്ള ഒരു കോഴ്സാണ് 6 monthsന്റെ ഡിപ്ലോമ കോഴ്സ്. 6 monthsന്റെ ഡിപ്ലോമ ഇൻ ഏവിയേഷൻ ആൻഡ് ട്രാവൽ മാനേജ്മെന്റ്. സോ ആ ഒരു കോഴ്സ് നമ്മുടെ കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിഗ്രി കഴിഞ്ഞ കുട്ടികൾക്ക് 6 മാസം കൊണ്ട് നമുക്ക് ജോബിലോട്ട് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു കോഴ്സാണ്. സോ ഒരു ഡിഗ്രി കഴിഞ്ഞൊരു സ്റ്റുഡൻ്റ് ആണോ നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഒരു വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങൾക്ക് ഒരു കരിയർ എൻഹാൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമാണ് നമ്മൾ ഡിപ്ലോമ ഇൻ ഏവിയേഷൻ ആൻഡ് ട്രാവൽ മാനേജ്മെന്റ്. 6 months ആണ് ഡ്യൂറേഷൻ വരുന്നത്. തീർച്ചയായിട്ടും ട്രിപ്പിളിനെ സംബന്ധിച്ചിടത്തോളം സ്കിൽ എൻഹാൻസ്മെന്റ് പ്രോഗ്രാം ആണ്. അതോടൊപ്പം തന്നെ ഹാൻഡ്സ് ഓൺ ട്രെയിനിങ് നമ്മുടെ സ്റ്റുഡൻസിന് കൊടുക്കാറുണ്ട്. സോ ഈ ഒരു 6 months പ്രോഗ്രാമിൽ 4 ഡിപ്ലോമ സർട്ടിഫിക്കേഷനും അതോടൊപ്പം അവർക്ക് എയർപോർട്ട് ഇന്റേൺഷിപ്പും പ്ലേസ്മെന്റും. ഇത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയൊരു സവിശേഷത എന്ന് പറയുന്ന ഒരു കാര്യം. സോ ഒരു ഡിഗ്രി കഴിഞ്ഞ് എന്ത് ചെയ്യണം എന്ന് അറിയാതെ നിൽക്കുന്ന കുട്ടികൾക്ക് ഒരു കരിയർ അപ്ലിഫ്റ്റ് ചെയ്യാൻ, അതും എയർപോർട്ട് എയർലൈൻ മേഖലയിൽ ഒരു ഇന്റർനാഷണൽ എക്സ്പോഷറോട് കൂടിയിട്ട് നിങ്ങൾക്ക് ഒരു കരിയർ എൻഹാൻസ് ചെയ്യണം, ഒരു കരിയർ കിക്ക് സ്റ്റാർട്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കോഴ്സ് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അതേപോലെ തന്നെ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ജോലി സാധ്യതയുള്ള ഒരു മേഖലയാണ് ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത്. എത്ര പ്രതിസന്ധി ഘട്ടങ്ങളിൽ പോലും ശരിക്കും ലോജിസ്റ്റിക്സ് മേഖല തളർന്നിട്ടില്ല എന്ന് തന്നെ പറയാം. കോവിഡ് സമയമായിട്ടാണെങ്കിലും എന്തൊക്കെ കലാമിറ്റീസ് വന്നിട്ടുണ്ടെങ്കിലും ലോജിസ്റ്റിക്സ് എപ്പോഴും നിലക്കാത്ത ഒരു മേഖലയാണ്. ആ ഒരു മേഖലയിൽ നിങ്ങൾക്ക് ജോബ് വേണമെന്നുണ്ടെങ്കിൽ അവിടെയും നമുക്ക് എന്തുണ്ട്, 2 ഡിപ്ലോമാസ് നമുക്കുണ്ട്. അത് ഒന്ന് 1 year ഡിപ്ലോമയാണ്, അഡ്വാൻസ് ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക്സ് ഷിപ്പിംഗ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്. അവിടെ നമ്മൾ കൊടുക്കുന്നത് 7 ഡിപ്ലോമ സർട്ടിഫിക്കേഷൻസ് ആണ് നമ്മൾ സ്റ്റുഡൻസിന് കൊടുക്കുന്നത്. അവിടെ UK ബേസ്ഡ് ആയിട്ടും കാനഡ ബേസ്ഡ് ആയിട്ടുള്ള IATA സർട്ടിഫിക്കേഷനും കൊടുക്കുന്നുണ്ട്. സോ ഒരു ഇന്റർനാഷണൽ എക്സ്പോഷറോട് കൂടിയിട്ട് നിങ്ങൾക്ക് നാട്ടിലാണെങ്കിലും വിദേശത്താണെങ്കിലും വർക്ക് ചെയ്യാനും ആ ഒരു സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, മീൻസ് അക്രോസ് ഗ്ലോബൽ നമുക്ക് വാലിഡ് ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കേഷൻ ആണ്. ഈ പറയുന്ന UK ആണെങ്കിലും കാനഡ സർട്ടിഫിക്കേഷൻ ആണ്. ഒരുപക്ഷെ ആയിട്ട് എല്ലാവരും കേൾവിയുള്ള ഒരു സർട്ടിഫിക്കേഷൻ ആണ്. അത് നമ്മൾ ഈ പറയുന്ന 1 yearൽ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. +2 കഴിഞ്ഞ കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ അഡ്വാൻസ് ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക് ഷിപ്പിംഗ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ആണ്. എന്നാൽ ഡിഗ്രി കഴിഞ്ഞ ഒരു കുട്ടിക്കാണ് 1 year വേണ്ടതെങ്കിൽ അത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ഷിപ്പിംഗ് ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്ന് പറയുന്ന കോഴ്സാണ് നമ്മൾ കൊടുക്കുന്നത്. സോ +2 കഴിഞ്ഞ കുട്ടികൾക്കും ഡിഗ്രി കഴിഞ്ഞ കുട്ടികൾക്കും 2 പേർക്കും ലോജിസ്റ്റിക്സിൽ ഒരു കരിയർ എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ കരിയറിനെ നല്ല രീതിയിൽ ബൂസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കോഴ്സസ് ആണ് ഈ പറയുന്ന 2 പ്രോഗ്രാംസും. ഇനി ഒരു ഷോർട്ട് ടേം കോഴ്സാണ് നിങ്ങൾക്ക് ലോജിസ്റ്റിക്സിൽ വേണ്ടതെങ്കിൽ അത് ഡിഗ്രി കഴിഞ്ഞ സ്റ്റുഡൻസിനാണ് കൂടുതൽ പ്രിഫറബിൾ ആക്കുന്നത്. കാരണം ഡിഗ്രി കഴിഞ്ഞ് ഒരു പെട്ടെന്ന് ഒരു ക്വിക്കായിട്ട് ഒരു 6 monthsന്റെ ഉള്ളിൽ അവർക്കൊരു ലോജിസ്റ്റിക്സ് മേഖല ഒരു കരിയർ വേണമെന്നുണ്ടെങ്കിൽ
6 മാസത്തെ ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് കോഴ്സാണ്. അവിടെ 4 ഡിപ്ലോമയാണ് നമ്മൾ കൊടുക്കുന്നത്. അവിടെ ഈ 4 ഡിപ്ലോമയിൽ നമ്മൾ കൊടുക്കുന്നത് ഒരു സർട്ടിഫിക്കേഷൻ സാപ്പ് മൊഡ്യൂളിന്റെ ഒരു കുറച്ച് ഡേയ്സിന്റെ പ്രോഗ്രാം ആണ് നമ്മൾ കൊടുക്കുന്നത്. അത് 1 ഇയറിലും കൊടുക്കുന്നുണ്ട്, 6 മന്ത്സിലും കൊടുക്കുന്നുണ്ട്. സോ ദാറ്റ് നിങ്ങൾക്കൊരു ഒരു ഡോക്യുമെന്റേഷനിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ അവിടെ നിങ്ങൾക്ക് അറിയേണ്ട എന്താ പറയുക കമ്പ്യൂട്ടർ ബേസ്ഡ് നോളജ് ആയിട്ടുള്ള എക്സലിന്റെയും സാപ്പിന്റെ ഒക്കെ നോളജസും നിങ്ങൾക്ക് ഇതിന് നമ്മൾ തരുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഏതൊരു മേഖലയിലും നിങ്ങൾക്ക് പോവാൻ പറ്റും. ലോജിസ്റ്റിക്സിന്റെ ഏതൊരു ഡിഫറെന്റ് സ്ട്രീംസിലോട്ട് നിങ്ങൾക്ക് അല്ലെങ്കിൽ സെക്ടേഴ്സിലോട്ട് നിങ്ങൾക്ക് കടക്കാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് നമ്മുടെ കോഴ്സസിന്റെ ഒക്കെ പ്രത്യേകത. അത് നാട്ടിൽ മാത്രമല്ല വിദേശത്ത് ഏത് രാജ്യങ്ങളിലും നിങ്ങൾക്ക് പോയിട്ട് വർക്ക് ചെയ്യാം. അപ്പം അവിടെ നമ്മൾ ഇന്റേൺഷിപ്പ് കൊടുക്കുന്നുണ്ട്. ലോജിസ്റ്റിക്സിൽ 1 ഇയറിൽ നമ്മൾ കൊടുക്കുന്നത് എയർപോർട്ട് ഇന്റേൺഷിപ്പും കൊടുക്കുന്നുണ്ട്. മൾട്ടിനാഷണൽ കമ്പനീസിൽ 2 to 3 മന്ത്സ് ഇന്റേൺഷിപ്പും കൊടുക്കുന്നുണ്ട്. അതേപോലെ നമ്മൾ 6 മന്ത്സിലും അവർക്ക് ഇന്റേൺഷിപ്പ് നമ്മൾ കൊടുക്കുന്നുണ്ട്. സോ ആ ഇന്റേൺഷിപ്പോട് കൂടിയിട്ട് ഇവർക്ക് പ്ലേസ്മെന്റ് നമ്മൾ നമ്മുടെ ഏതൊരു കോഴ്സിനെ പോലെ തന്നെ ലോജിസ്റ്റിക്സിലും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയാണ്. സോ ഇത് തന്നെയാണ് ട്രിപ്പിൾ മറ്റുള്ള സംബന്ധിച്ചിടത്തോളം ഒരു ഏറ്റവും വലിയ സവിശേഷത അല്ലെങ്കിൽ ഏറ്റവും വലിയ ഒരു നമ്മുടെ ഒരു പ്ലസ് പോയിന്റ് എന്ന് വേണമെങ്കിൽ തന്നെ അതിന് പറയാം. പിന്നെ ട്രിപ്പിൾ സംബന്ധിച്ചിടത്തോളം വേറൊരു പ്രത്യേകതയും കൂടിയുണ്ട്. വേറെ ഒന്നുമില്ല, ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഏവിയേഷൻ ബിസിനസ് സ്കൂൾ നമ്മൾ പാലക്കാട് മങ്കരയിലുണ്ട്. ഒരു പക്ഷേ കേരളത്തിൽ ആദ്യമായിട്ട് ഒരു ഏവിയേഷൻ എക്സ്ക്ലൂസീവ് ബിസിനസ് സ്കൂള് നമുക്ക് ട്രിപ്പിൾ മങ്കരയിലാണ് ഉള്ളത്. അവിടെ BBA പ്രോഗ്രാമും അതേപോലെ തന്നെ ഡിപ്ലോമ പ്രോഗ്രാംസും നമ്മൾ ഏവിയേഷൻ്റെ റൺ ചെയ്യുന്നുണ്ട്. ലോജിസ്റ്റിക്സിൻ്റെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട്. അത് കൂടാതെ തന്നെ നമ്മുടെ ട്രിപ്പിൾ നമുക്ക് പറയാൻ പറ്റുന്ന വേറെ കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന സ്കിൽ പ്രോഗ്രാംസ് ആണ്. സോ സ്കിൽ ഇൻ ദ സെൻസ് ഓവറോൾ ഒരു പേഴ്സൺ എന്ന രീതിയിൽ ഓവറോൾ ആ ഒരു പേഴ്സണെ അപ്ലിഫ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. പേഴ്സണലി, പ്രൊഫഷണലി ആൻഡ് സോഷ്യലി ഇങ്ങനെയാണ് ശരിക്കും ഒരു എഡ്യൂക്കേഷനെ മോൾഡ് ചെയ്തെടുക്കാൻ പറ്റുന്നത്. ആ ഒരു കാര്യമാണ് നമ്മൾ ഓരോ കുട്ടികളിലും നമ്മൾ ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ അവർ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ആയിക്കോട്ടെ, ലാംഗ്വേജ് ആയിക്കോട്ടെ, ഗ്രൂമിംഗ് ആയിക്കോട്ടെ, നമ്മൾ ഇന്റർവ്യൂ പ്രിപ്പറേഷൻ ആയിക്കോട്ടെ, മോക്ക് ഇന്റർവ്യൂസ്, റോൾ മോഡൽസ്, അതേപോലെ തന്നെ കൾച്ചറൽ ആക്ടിവിറ്റീസ് ആയിട്ടുള്ള ആർട്സ് ഡേ, സ്പോർട്സ് ഡേ, ഇതെല്ലാം നമ്മൾ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ സ്പെഷ്യൽ ഡേയ്സിലുള്ള ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ഇതെല്ലാം നമ്മുടെ കുട്ടികൾക്ക് സ്പെഷ്യലായിട്ട് ട്രിപ്പിൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. സോ അതും നമുക്ക് എന്താ പറയാ മറ്റുള്ള ആളുകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നതാണെങ്കിലും നമ്മുടെ കുട്ടികളെ വ്യത്യസ്തമാക്കാറുണ്ട് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അതിൻ്റെ ഒരു കോൺഫിഡൻസും കാര്യങ്ങളും അവർ ഏതൊരു മേഖലയിലാണോ ജോബിന് പോകുന്നത് അത് അവർക്ക് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് അവർക്ക് ആളുകളെ ഫേസ് ചെയ്യാൻ പറ്റാറുണ്ട്. അത് നമ്മുടെ ഏറ്റവും വലിയൊരു USP ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും ട്രിപ്പിളിനെ സംബന്ധിച്ചിടത്തോളം സ്റ്റുഡൻസ് തന്നെയാണ് നമ്മുടെ പെർഫോമേഴ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് പെർഫോം ചെയ്യാൻ, അവരുടെ സ്കിൽ എൻഹാൻസ് ചെയ്യാൻ നമ്മളിവിടെ ട്രിപ്പിൾ ഏവിയേഷൻ B സ്കൂളിൽ സജീവമായിട്ട് ഒരു കോൺഫറൻസ് ഹാള് ഒരുക്കിയിട്ടുണ്ട്. അവരുടെ ലാംഗ്വേജ് ഡെവലപ്മെന്റിനും പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിനും അവരുടെ സ്കിൽ ഓറിയന്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റി ക്ലാസ്സസിനും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു ഹാള് ഇവിടെ ആക്കിയിട്ടുള്ളത്. തീർച്ചയായിട്ടും അവർക്ക് അവരുടെ സ്റ്റേജ് ഫിയറും കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനും, സ്റ്റേജ് ഫിയർ മാറ്റാനും കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനും ഒക്കെ പറ്റുന്ന ഒരു കാര്യമാണ്. അതിന്റെ ഒരു റിസൾട്ട് തീർച്ചയായിട്ടും അവർ ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ഇന്റർവ്യൂ ഫേസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു കോൺഫിഡൻസ് അവരുടെ ഫേസിൽ റിഫ്ലക്ട് ചെയ്തിട്ട് നമുക്ക് കാണാൻ സാധിക്കും. സോ ഇതൊക്കെ തന്നെയാണ് ട്രിപ്പിൾ മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നും മറ്റുള്ള അക്കാദമിയിൽ നിന്നും നമ്മൾ വ്യത്യസ്തമാക്കുന്ന ഒരു കാര്യം. വേറെ കാര്യങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ സ്റ്റുഡൻസിനെ ഒരിക്കലും ഒരു ബുക്കിഷ് ആയിട്ട് മാത്രമല്ല നമ്മൾ വാർത്തെടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒരു തിയററ്റിക്കൽ ആസ്പെക്ടിന് പുറമെ അവർ എന്താണ് ഈ ഒരു ഇൻഡസ്ട്രി എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്റേൺഷിപ്സിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഇന്റേൺഷിപ്സും അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ ബ്രെയിൻ ഡെവലപ്മെന്റും ഒക്കെ വേണ്ടിയിട്ടുള്ള ഡിഫറെന്റ് കൾച്ചറൽ പ്രോഗ്രാംസും ആക്ടിവിറ്റീസും ഒക്കെ അവർക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു സൈക്കോളജിക്കൽ ഡെവലപ്മെന്റ് കൂടെ നമ്മൾ കൊടുക്കുന്നുണ്ട് നമ്മുടെ സ്റ്റുഡൻസിന്. സോ ഓവറോൾ ഒരു എഡ്യൂക്കേഷനെ മോൾഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഓവറോൾ ഒരു കുട്ടീനെ മോൾഡ് ചെയ്ത് ഒരു ഇൻഡസ്ട്രി ഫിറ്റ് ആക്കുക എന്നുള്ളതാണ് ട്രിപ്പിൾ എപ്പോഴും മറ്റുള്ള നിന്ന് വ്യത്യസ്തമാക്കുന്ന ഒരു കാര്യം. ജസീല മേഡത്തോട് ഒരു ചോദ്യം ചോദിച്ചതേ ഉള്ളൂ. ആ സ്ഥാപനത്തെ കുറിച്ചിട്ട് വാചാലമായി സംസാരിക്കുകയാണ്. അതും നിർഗളിക്കുന്ന വാക്കുകൾ നോൺ സ്റ്റോപ്പ് ആയിട്ട് വരികയാണ്. അത്രയും സ്ഥാപനത്തെ കുറിച്ചിട്ടും സ്ഥാപനത്തിലെ കുട്ടികളെ കുറിച്ചിട്ടും അതിന്റെ പഠന രീതികളെ കുറിച്ചിട്ടും പറയുമ്പോൾ തീർച്ചയായിട്ടും അതിലേറ്റവും എനിക്കിഷ്ടപ്പെട്ട ഒരു കാര്യം പ്രാക്ടിക്കൽ നോളജ്. ആ പ്രാക്ടിക്കൽ നോളജ് അത് എല്ലാ അർത്ഥത്തിലും ഗ്രേറ്റ് ആണ്. നോളജ് പുസ്തകത്തിൽ നിന്ന് മാത്രമല്ലെന്ന് അതിൻ്റെ ഇടയിലും പറഞ്ഞു. അതും ഒരു വലിയ കാര്യമാണ്.
അപ്പൊ നോളേജിലൂടെ നമുക്ക് ചില അണ്ടർസ്റ്റാൻഡിങ് കിട്ടുമെന്നും ആ അണ്ടർസ്റ്റാൻഡിങ് ഒരു ഇൻട്രോസ്പെക്ഷന്, ഒരു പുനർവിചിന്തനത്തിന് വിധേയമാകുമെന്ന് വളരെ കൃത്യമായി തന്നെ നമുക്ക് മനസ്സിലാക്കി തന്നു. ആ ഇൻട്രോസ്പെക്ഷൻ, പുനർവിചിന്തനത്തിന്റെ ഭാഗമായി വരുന്ന ഒരു റിയലൈസേഷൻ, ആ റിയലൈസേഷനെ എല്ലാ അർത്ഥത്തിലും ഇംപ്ലിമെന്റ് ചെയ്യുവാൻ ഉതകുന്ന രീതിയിൽ വിദ്യാർത്ഥികളെ വാർത്തെടുക്കുന്ന ഒരു സ്ഥാപനമാണ് ട്രിപ്പിൾ അക്കാദമി എന്നാണ് എനിക്ക് ജസീല മേഡത്തിന്റെ വാക്കുകളിൽ നിന്ന് കൃത്യമായി മനസ്സിലാക്കാൻ സാധിച്ചത്. അങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് ആവശ്യമായ എല്ലാവിധ പ്രാക്ടിക്കൽസും കുട്ടികൾക്ക് ലഭിക്കുന്നു എന്നതാണ് ഒരു രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം തന്റെ കുട്ടിയെ ഈ സ്ഥാപനത്തിലേക്ക് അയക്കുവാനും, ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം തനിക്ക് ഈ സ്ഥാപനത്തിൽ പഠിക്കണം എന്ന അഭിരുചിക്ക്, അതല്ലെങ്കിൽ താല്പര്യത്തിനും നിദാനമാകുന്നത്. അപ്പോ നമ്മുടെ ഈ സ്ഥാപനം നിൽക്കുന്നത് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്തും അതുപോലെ തന്നെ മങ്കരയിലുമാണ്. രണ്ട് സ്ഥാപനങ്ങളും ഒന്നിനൊന്ന് മെച്ചപ്പെട്ടതാണ്. ഒരു കാര്യം നിങ്ങൾക്ക് ഞാൻ വാക്കു തരുന്നു, ഇവരും വാക്ക് തന്ന ജോലി എന്നത് ഓരോ വിദ്യാർത്ഥിയുടെയും ഓരോ യുവാവിന്റെയും സ്വപ്നമാണ് ജോലി. ആ ജോലി 100% ഗ്യാരണ്ടിയോടുകൂടി ഇന്ന് വരെ ഇവരെല്ലാ കുട്ടികൾക്കും കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഈ സ്ഥാപനത്തിന് അപ്രിഷിയേഷൻ അർഹിക്കുന്ന കാര്യം. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിന്റെ മറ്റു ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഈ വീഡിയോയിൽ തന്നെ താഴെ കൊടുക്കുന്ന നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെട്ടോളൂ. ഇവരുടെ ഭാഗത്ത് നിന്ന് പൂർണ്ണ അർത്ഥത്തിലുള്ള എല്ലാവിധ വിശദീകരണങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, നന്ദി, നമസ്കാരം.